ഞാൻ ക്ലാരെ മാരി ചെയ്യട്ടെ. തൂവനത്തുമ്പികൾ എന്ന സിനിമയിൽ മോഹൻലാൽ പറഞ്ഞൊരു ഡയലോഗാണിത്. ഈ തൂവനത്തുമ്പികൾ എന്ന സിനിമയിലെ ജയകൃഷ്ണനെയും ക്ലാരയും ഇന്നും ഓർക്കുന്നവരുണ്ട്. കാരണം ഇത്ര ആഴത്തിൽ ആ സിനിമ നമ്മളെ സ്പർശിച്ചിട്ടുണ്ട്. ശ്രീ പത്മരാജൻ സാർ മാജിക്. ഈ തൂവനത്തുമ്പികൾ എന്ന സിനിമയിൽ മുഴുനീളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സെൽഫ് ആക്ച്വലൈസേഷനാണ്. അതായത് സ്വയം അവബോധം. ഈ ജയകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ക്യാരക്ടർ. ഈ സ്വയം അവബോധം എന്നാൽ ഒരു വ്യക്തി തൻ്റെ കഴിവുകൾ, തൻ്റെ ലക്ഷ്യങ്ങൾ, വീക്ക്നെസ് എന്നിവയിൽ പൂർണ്ണ ബോധ്യവാനാകുക, എന്നിട്ട് ആയത് മനസ്സിലാക്കി ജീവിക്കുക. ഈ കെമിസ്ട്രിയിൽ ബിരുദധാരിയായ ശ്രീ പത്മരാജൻ എങ്ങനെ ഇത്ര ആഴത്തിൽ നമ്മളെ സ്പർശിക്കുന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചു എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇദ്ദേഹം തൻ്റെ സിനിമയിൽ ഉപയോഗിക്കുന്ന ഒരു അഡോപ്റ്റേഷൻ ടെക്നിക്കാണ്. അതായത് പൊരുത്തപ്പെടൽ, കോപ്പ് വിത്ത് ദ സിറ്റുവേഷൻ എന്നൊക്കെ പറയാം. തൻ്റെ അനുഭവങ്ങളിലൂടെ കിട്ടിയ കാര്യങ്ങളെ നമ്മുടെ സാഹചര്യവുമായി ഉപയോഗപ്പെടുത്തുന്നു, അത് യോജിപ്പിക്കുന്നു. അതായത് ഇവിടെ ഈ കഥാപാത്രങ്ങളെല്ലാം നമ്മളെ ഇടയിൽ തന്നെ ഉള്ള വ്യക്തികളായിരിക്കാം. അദ്ദേഹം അത് ധൈര്യപൂർവ്വം കാണിക്കുന്നു. ചിലത് ചേരുമ്പോൾ കെമിസ്ട്രി ഉണ്ടാവും എന്ന് പറയും പോലെ. ഇന്നത്തെ കാലത്തിൽ ഈ അഡാപ്റ്റേഷൻ ഒരു ഉദാഹരണം. ഈ ചില കൊതുകുകൾ ലിഫ്റ്റ് കയറി മുകളിൽ പോകുന്നത് കണ്ടിട്ടില്ലേ? സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. ഇനി ഈ അഡാപ്റ്റേഷൻ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിൻ്റെ 2-3 ഉദാഹരണങ്ങൾ. നമുക്ക് നമ്മുടെ ഇടയിൽ പല പ്രൊഫഷനിൽ ഉള്ളവരും ഉണ്ട്. ഒരാൾക്ക് ടീച്ചിങ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ പഠിച്ച രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കാതെ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലും രസകരമാവുന്ന രീതിയിലും പഠിപ്പിക്കുക. അതുപോലെ ഈ മല്ലു സിംഗ് എന്ന സിനിമയിൽ ഉണ്ണി മുകുന്ദൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന് മാറി ഒരു പുതിയ സാഹചര്യവുമായി പൊരുത്തപ്പെടുന്നു. അതുപോലെ ഒരു ആർക്കിടെക്ട്, ഞാൻ പഠിച്ച രീതിയിൽ മാത്രമേ ഞാൻ വീടിന് പ്ലാൻ വരയ്ക്കൂ എന്ന് ചിന്തിക്കാതെ അതിൽ താമസിക്കാൻ പോകുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് മനസ്സിലാക്കി പ്ലാൻ വരയ്ക്കുക. അപ്പോൾ അതിനൊരു ഭംഗിയുണ്ടാവും. ആ കത്തി നിൽക്കുന്ന സൂര്യനാണെങ്കിൽ അത് സംഭവിച്ചിരിക്കും.